എല്ലാവർക്കും നമസ്കാരം. ഇത് ചെറിയൊരു ക്ഷേത്രപുരാണം നിങ്ങൾക്ക് വേണ്ടി. ക്ഷേത്രങ്ങളും ഉപക്ഷേത്രങ്ങളും അടങ്ങുന്ന ഗ്രാമമാണ് മണത്തണ. ആ മണത്തണയിലെ എൻ്റെ കുടുംബക്ഷേത്രമാണിത്. ചെങ്ങൂനി വീട്ടിൽ മണത്തണ കോട്ടക്കുന്നിലാണ് ഈ കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങൂനി വീട് എന്നാണ് എൻ്റെ വീട്ടുപേര്. ആ തറവാട്ടുമുറ്റത്തെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അവിടെ പൂജകൾ നടക്കും. വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമാണ് ചടങ്ങുകളൊക്കെ നടക്കുക. ഗുളികൻ ദൈവവും പൊട്ടൻ ദൈവവും മലങ്കുറത്തി അമ്മയും പഞ്ചഭൈരവനും അങ്ങനെ അടങ്ങുന്ന മൂർത്തികൾക്കുള്ള പൂജയും കാര്യങ്ങളും മൂർത്തികളുടെ ആരാധനയുമാണ് അവിടെ നടക്കുന്നത്. പുറത്തുനിന്നുള്ള ആളുകളും ഒക്കെ പങ്കെടുക്കുന്നൊരു ചടങ്ങാണ്. അവരുടെ നേർച്ചകളായിട്ടാണ് പൂജകൾ നടത്താറ്. ഒരു മനോഹരമായ കാഴ്ചയാണ്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ആളുകൾ ഈയിടെയായിട്ട് തേടിപ്പിടിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. മുന്നെയൊക്കെ അടുത്തുള്ള ആളുകളും നാട്ടിലുള്ള ആളുകളൊക്കെയാണ് പൂജയും കാര്യങ്ങളൊക്കെ നേർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തേടി അന്വേഷിച്ച് വരാൻ തുടങ്ങി. അവരുടെ പ്രശ്നങ്ങളിലേക്ക് പരിഹാരമായിട്ട് ഇവിടെ പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തുള്ള ആളുകളൊക്കെ വരാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നുള്ള ആളുകളൊക്കെ ക്ഷേത്രങ്ങൾ തേടി വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചെറുപ്പത്തിൽ മുത്തശ്ശി കഥ പറഞ്ഞു തരുന്ന സമയങ്ങളിൽ ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഥ എന്ന രൂപത്തിൽ ഞാൻ കേട്ടൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഒരു സന്യാസി ഈ കുടുംബത്തിലേക്ക് വരികയും കുട്ടിച്ചാത്തനെ അന്വേഷിച്ചിട്ടായിരുന്നു ആ സന്യാസി വന്നിരുന്നത്. ആ സമയത്ത് ആ സന്യാസിയുടെ കയ്യിലുണ്ടായിരുന്ന ദണ്ട് ഇവിടെ സമർപ്പിക്കുകയും ഗുളികനെ ഇവിടെ നിലനിർത്തുകയും ചെയ്യുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞു കേട്ടത്. ബാല്യകാലത്ത് പറഞ്ഞു കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ. ആ സമയങ്ങളിലൊക്കെ കഥകളുടെ കൂട്ടത്തിൽ മറ്റൊന്നും കൂടി കേട്ടിട്ടുണ്ടായിരുന്നു. ഗുളികൻ്റെ വരവ് പോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഈ വഴി. അതുകൊണ്ടൊരു പശുവിന് പോകുന്ന വഴിയിൽ തടസ്സമായിരുന്നൊരു കാര്യങ്ങളൊക്കെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഗുളികൻ പോയിരുന്നതെന്നും അങ്ങനെ കുറേ കഥകളൊക്കെ ഞാനിവിടെ കേട്ടിട്ടുണ്ട്. കഥകളെപ്പോൾ നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് കേട്ടിരിക്കുകയും ചെയ്യും. കഥകളൊക്കെ കേട്ടിരിക്കുമെങ്കിലും ഗുളികൻ്റെ കാര്യത്തിൽ മാത്രം സംശയമില്ല. കാരണം ഗുളികനെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ബാക്കി ആരോട് നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുമെങ്കിലും ഗുളികൻ്റെ അടുക്ക മാത്രം നമുക്കൊരു പരീക്ഷണം നടക്കില്ല. എല്ലാം ഈശ്വരൻ ശരിയാക്കും എന്ന വിശ്വാസം.